ചെറുകഥയിലെ രണ്ടാമത്തെ കഥ. ഈ തെറ്റിന് ശിക്ഷയില്ല. എന്തൊരു സുഗന്ധം! എല്ലാവരും മൂക്ക് വിടർത്തി മണം പിടിച്ചു. എന്തിന്റെ മണമാണത്? ഇലഞ്ഞിപ്പൂവിന്റെ മണമല്ല, പാലപ്പൂവിൻ്റെതുമല്ല, ചക്കപ്പഴത്തിൻ്റെതുമല്ല. പിന്നെ എന്തായിരിക്കും അത്? കാട്ടിലാകെ സംസാര വിഷയമായി. ഓലിങ്ങാലിക്കിളിയാണ് സുഗന്ധത്തിന്റെ ഉറവിടം കണ്ടെത്തിയത്. കേശൻ രാജാവിന്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ വിശേഷപ്പെട്ട ഒരു പൂ വിരിഞ്ഞിരിക്കുന്നു. ആ പൂവ് കാണാൻ എല്ലാവർക്കും അതിയായ മോഹം. പക്ഷേ എങ്ങനെ കാണും? പൂന്തോട്ടത്തിനു ചുറ്റും മുള്ളുവേലിയാണ്. കൂർത്ത പല്ലും ചുവന്ന നാവും ഉണ്ട കണ്ണുകളുമുള്ള ചെന്നായ്ക്കൾ കാവലുണ്ട്. എന്തു വന്നാലും അതൊന്ന് കാണണം, പറ്റിയാൽ അതൊന്ന് പറിച്ചെടുക്കണം. ചിണ്ടനെലി തീരുമാനിച്ചു. ചിണ്ടൻ കൂട്ടുകാരെ എല്ലാം വിളിച്ചുകൂട്ടി തന്റെ ആഗ്രഹം പറഞ്ഞു. രാത്രിയാവാൻ അവർ കാത്തിരുന്നു. ചിണ്ടനും കൂട്ടുകാരും പാത്തും പതുങ്ങിയും തോട്ടത്തിനടുത്തെത്തി. ദൂരെ ഇരുട്ടിൽ 4 ഉണ്ടക്കണ്ണുകൾ തിളങ്ങുന്നു. കൂറ്റാക്കൂരിരുട്ടിൽ അവർ മുന്നോട്ട് നീങ്ങി. ആരും ശബ്ദിക്കരുത്, തുരങ്കത്തിന്റെ പണി തുടങ്ങാം. ഞൊടിയിടയിൽ എലികളെല്ലാം മണ്ണ് മാന്തി മാന്തി ഒരു തുരങ്കമുണ്ടാക്കി. തുരങ്കത്തിലൂടെ എല്ലാവരും തോട്ടത്തിനകത്തെത്തി. പൂവിന്റെ കൊതിപ്പിക്കുന്ന വാസന അവർ ആവോളം ആസ്വദിച്ചു. നീളമുള്ള ഇലകളിൽ ചിലർ തൊട്ടു നോക്കി. എന്തൊരു മിനുസം! കുലകുലയായി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ. ചെടി വേരോടെ പറിച്ചെടുക്കണം. ചിണ്ടൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. കേൾക്കേണ്ട താമസം എലികൾ ചുറ്റുമുള്ള മണ്ണ് മാന്തി തുടങ്ങി. ഞാൻ ഇത് കൊണ്ടുപോയി എന്റെ തോട്ടത്തിൽ നടും, ചിണ്ടൻ പറഞ്ഞു. അത് പറ്റില്ല, ഞങ്ങൾക്കും വേണം. എല്ലാവരും ബഹളം വെച്ചു. പിടിയും വലിയുമായി ബൗ ബൗ ബഹളം കേട്ട് കാവൽക്കാർ ഒച്ച വെച്ചു. ഓരോരുത്തരും അവരവർക്ക് കിട്ടിയ ഭാഗങ്ങളുമായി തുരങ്കത്തിലൂടെ പുറത്തേക്ക് ഓടി. തണ്ടു കിട്ടിയവരും വേര് കിട്ടിയവരും ഇല കിട്ടിയവരും പൂ കിട്ടിയവരും കൂട്ടത്തിലുണ്ടായിരുന്നു. ചിണ്ടന് കിട്ടിയത് കിഴങ്ങായിരുന്നു. നേരം വെളുത്തു. കാറ്റിനെന്താ സുഗന്ധമില്ലാത്തത്? കേശൻ തോട്ടത്തിൽ ചെന്ന് നോക്കി. താൻ ഓമനിച്ചു വളർത്തിയിരുന്ന ചെടികൾ കാണാനില്ല. മൃഗരാജാവിന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. കാവൽക്കാരെ കണക്കറ്റ് ശകാരിച്ചു. മന്ത്രിയും പടയാളികളും കാട് മുഴുവൻ അരിച്ചു പെറുക്കി. കള്ളന്മാരെ കണ്ടെത്താനായില്ല. നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം കാട്ടിലാകെ അതേ വാസന പരന്നു. എവിടെ നിന്നാണ്? മന്ത്രിയും കൂട്ടരും അന്വേഷിച്ചിറങ്ങി. ഒടുവിൽ ചിണ്ടന്റെ തൊടിയിൽ ചെടി കണ്ടെത്തി. ചിണ്ടനെയും കൂട്ടുകാരെയും പിടിച്ചു കെട്ടി കേശന്റെ മുന്നിൽ ഹാജരാക്കി. ഉണ്ടായ സംഭവങ്ങൾ അവർ ഏറ്റുപറഞ്ഞു. എലികളുടെ കുറ്റസമ്മതം കേട്ട രാജാവ് വിധി കൽപ്പിച്ചു. ഈ കള്ളന്മാരെ നാട് കടത്തണം. അപ്പോൾ മന്ത്രി ഇടപെട്ടു. രാജൻ, ഇവർ ചെടി മോഷ്ടിച്ചത് തെറ്റു തന്നെയാണ്. എന്നാലും നട്ടു നനച്ച് പുതിയ ചെടി ഉണ്ടാക്കുകയാണല്ലോ ഇവർ ചെയ്തത്. ഒരു ചെടിക്ക് പകരം കുറെ ചെടികൾ ഉണ്ടാക്കുകയും ചെയ്തു. അതിനാൽ ഇത്തവണ ഇവർക്ക് മാപ്പ് നൽകിക്കൂടെ? അല്പസമയത്തെ ആലോചനകൾക്ക് ശേഷം കേശൻ പറഞ്ഞു. മോഷണം തെറ്റു തന്നെയാണ്. മന്ത്രി പറഞ്ഞതിലും കാര്യമുണ്ട്. ഇത്തവണ നാം ക്ഷമിച്ചിരിക്കുന്നു. താങ്ക് യു.